ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ മനുഷ്യജീവൻ സംരക്ഷിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. മലയോര മേഖലകളിലെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗൗരവകരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വെൽഫെയർ പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. 2017 മുതൽ 2024 വരെയുള്ള 8 വർഷത്തിനിടെ 817 പേർ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 മാസത്തിനിടെ മാത്രം 25 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങൾ മലയോര കാർഷിക മേഖലകളിൽ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. വന്യമൃഗശല്യം നിയന്ത്രിക്കുവാൻ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കാത്തത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ വീഴ്ചയാണെന്ന് വെൽഫെയർ പാർട്ടി ആരോപിക്കുന്നു. മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ അസാധുവാണെന്ന ഭരണഘടനാ തത്വം നിലനിൽക്കെ ജനങ്ങളുടെ ജീവിക്കുവാനുള്ള അവകാശത്തിന് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. 2017 മുതൽ 2024 വരെയുള്ള കാലയളവിൽ മാത്രം കേരളത്തിൽ 817 പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടത്. അതുപോലെ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 5 മാസം കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി, കടുവ തുടങ്ങിയവയുടെയൊക്കെ ആക്രമണത്താൽ കേരളത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കുവാനുള്ള അവകാശം അത് ഇവിടെ അവഗണിക്കപ്പെടുകയാണ്, നിഷേധിക്കപ്പെടുകയാണ്. വന്യമൃഗശല്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ജനവാസ മേഖലയിൽ അതുപോലെ തന്നെ മലയോര മേഖലയിലൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ജീവിക്കുവാനുള്ള അവകാശം അത് ഭരണകൂടം അവിടുത്തെ പൗരന്മാർക്ക് ഉറപ്പു നൽകേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന് വെൽഫെയർ പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നത് വന്യമൃഗ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതൊക്കെ നിയമങ്ങൾ കാലാകാലങ്ങളിലൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്, അത് തിരുത്തേണ്ടതുമാണ്. മനുഷ്യന് ജീവിക്കുവാനുള്ള അവകാശം അത് വകവെച്ച് കൊടുക്കണം. അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുള്ളത്.